സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകൾ ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും. ടയറുകളുടെ കാറ്റ് പോകും. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ്? മൈലമൂട്. മൈലമൂട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാലോട് പാലമാണ് കേട്ടോ. നമ്മൾ പാലോട് പാലം കയറി നേരെ മൈലമൂടോട്ട് പോവുകയാണ്. മൈലമൂട് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്ഥലം, അത് ഏറെ വേണ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴേ മൊത്തത്തിൽ നമ്മളിപ്പോൾ കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി വരികയാണ്. ഒരു 70 വർഷം കൊണ്ടേ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. 70 വർഷത്തെ ഒരു കഥ പറയാനുണ്ട് ഈ ദേശത്തിന്. അപ്പോൾ നമ്മുടെ ആ കഥയിലേക്ക് നമ്മൾ എന്താണ് നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ കഥയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് നമ്മൾ വനത്തിലൂടെയാണ് കേട്ടോ ഈ യാത്ര. പാലോട് കഴിഞ്ഞ് മൈലമൂട് പോകുമ്പോഴുള്ള ആ ഒരു വനത്തിലൂടെ കേട്ടോ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ്, അത് മൈലമൂട് ഫോറസ്റ്റ് ഏരിയയാണ്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ്. എല്ലാ ന്യൂസിലും ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതെ, സ്ഥലത്തിന്റെ പേരെന്താണ്? സുമതി വളവ്. തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. അതാണ് നമ്മുടെ സുമതി വളവ് അല്ലേ. ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയ ഇടം. ഈ യഥാർത്ഥ സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. സാഹസികത ഇഷ്ടമുള്ളവർക്ക് ബക്കറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാവുന്ന ഒരിടമാണ് സുമതി വളവ്. എങ്കിലും ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടി പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായൊരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയതെന്ന് സത്യം അറിയണം. തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലമൂട് എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ്. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും കാടിൻ്റെ ഭാവം മാറുന്നു. ഒരു കൊടും വളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടക്കും. അതാണ് സുമതി വളവ്. വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. താണു മുതലാളി എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യമായിട്ടുള്ള ഒരാളാണല്ലേ, ഒരു മുതലാളിയാണ്. അതെ എന്നാണ് പറയപ്പെടുന്നത്. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ആ അടുപ്പം വളർന്നു. വിവാഹം ചെയ്യാമെന്ന രത്നാകരൻ്റെ ഉറപ്പിൻ്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരൻ്റെ ഭാവം മാറി. വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ. പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് നമ്മുടെ ഈ അരിങ്കൊല നടക്കുന്നത് കേട്ടോ. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു. ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു. വഴികളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി. എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി. അലറി വിളിച്ച് അവൾ ഓടി. ഉൾക്കാട്ടിൽ ആരാണത് കേൾക്കാനുള്ളത്? കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിഴച്ച് അവർ നടന്നു. പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി. കാടെന്ന് ധരിച്ച് അവർ ആ വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി. ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി. ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത്. അന്ന് സാധാരണ കൊലപാതകങ്ങളിൽ രക്ഷപ്പെടുന്നത് പോലെ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു.
കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല. വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും റോഡിനു സമീപത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു. നമ്മുടെ കേരളത്തിലെ പ്രത്യേകതയാണല്ലോ കഥകൾ കാട്ടുതീ പോലെ പടരുന്നത്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. ഈ കഥകൾ കാട്ടുതീ പോലെ പടർന്നു. 70 വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ ഭീകരത മാറിയിട്ടില്ല. കേരളത്തിന് പുറത്തുനിന്നും ആളുകൾ ഇവിടെ കാണാനെത്തുന്നു. അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ അല്പം കൂടി വിരുതുള്ള ചില നാട്ടുകാർ സാരി ഉടുത്ത് ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആൾപ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കൊടുംവളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ല എന്നതാണ് ശ്രദ്ധേയം. സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും. ടയറുകളുടെ കാറ്റ് പോകും. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം വഴിയരികിൽ. ഈ കാഴ്ചയും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 70-ലേറെ വർഷങ്ങൾ പിന്നിടുന്നു. പാലോട് കല്ലറ റൂട്ടിൽ ഈ വളവുള്ളിടത്തോളം കാലം ഈ കഥ ഇങ്ങനെ തന്നെ പോകും. സുമതി വളവ് അഥവാ എസ് വളവ്. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട്, ഒത്തിരി തവണ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വീഡിയോ തന്നെ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവഴി ഒന്നുകൂടി പാസ് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ കഥ ഒന്നുകൂടി നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, എന്നാലും ഇതും കൂടി ഇവിടെ കിടക്കട്ടെ ഞങ്ങളുടെ ചാനലിലെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഏട്ടാ? അതെ, മഴയുണ്ടായിരുന്നു. യാത്രക്കിടയിൽ നമുക്ക് അത് നല്ലൊരു അനുഭവം തന്നെയാണ്. ഇവിടെ നല്ലൊരു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നി. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു അല്ലേ? ഇതിനിടയ്ക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേടിയില്ലേന്നൊക്കെ ചോദിച്ചിട്ട് പോയി അവര്. അവര് ഇനി വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് നിർത്തിയതാണോ എന്നറിയാനായിരിക്കും കേട്ടോ ചോദിച്ചത്. അതെ, പിന്നെ അവിടെ ഇപ്പൊ അത്യാവശ്യം വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അവര്, എനിക്ക് തോന്നുന്നു, നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിച്ചതല്ലേ. അതെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം അല്ലേ? അതെ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യും എന്നാണ് കുറിച്ചുള്ള ഞങ്ങളുടെ കുറച്ച് അറിവുകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.